മഞ്ചേശ്വരത്തെ ഇടത് സ്ഥാനാർത്ഥി KR ജയാനന്ദയുടെ പ്രസ്താവന രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. SDPI പിന്തുണ സംബന്ധിച്ച കാര്യങ്ങളിൽ പൊതുനിലപാട് പറയേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്നും എന്നാൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തനിക്ക് ആരുടെയും വോട്ട് നിഷേധിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് BJP-ക്കാരും ലീഗുകാരും വോട്ട് ചെയ്യാറുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നല്ല മനുഷ്യരുണ്ടെന്നും ഇടതുപക്ഷം ജയിക്കണമെന്നുമാണ് അവരുടെ ആഗ്രഹമെന്നും ജയാനന്ദ കൂട്ടിച്ചേർത്തു. ആ മനുഷ്യരുടെ ആഗ്രഹം നിറവേറ്റുക എന്നതാണ് തന്റെ ലക്ഷ്യം. ഇന്ന വിഭാഗത്തിന്റെ വോട്ട് വേണ്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയും പറയില്ലെന്നും അത്തരം നയപരമായ കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേശ്വരത്ത് പ്രാദേശിക വികാരം LDF-ന് അനുകൂലമാണെന്നത് SDPI-യുടെ മാത്രം അഭിപ്രായമല്ലെന്ന് ജയാനന്ദ ചൂണ്ടിക്കാട്ടി. സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ ഇടതുപക്ഷത്തോടുള്ള മനോഭാവം അനുകൂലമാണ്. UDF-ഉം BJP-യും മണ്ഡലത്തിൽ മതധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 2006-ലെ തിരഞ്ഞെടുപ്പ് ഫലം മഞ്ചേശ്വരത്ത് ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. SDPI സ്ഥാനാർത്ഥിയായി KM അഷ്റഫിനെയായിരുന്നു മഞ്ചേശ്വരത്ത് നിശ്ചയിച്ചിരുന്നത്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. എന്നാൽ പിന്നീട് അപ്രതീക്ഷിതമായി പത്രിക പിൻവലിക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. ഈ പിന്മാറ്റമാണ് ഇപ്പോൾ മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം. SDPI വോട്ടുകൾ ആർക്ക് ലഭിക്കുമെന്നത് ഫലത്തെ നിർണായകമായി സ്വാധീനിക്കും. SDPI സ്ഥാനാർത്ഥി രംഗത്തുണ്ടാകുന്നത് UDF-നെ പരാജയപ്പെടുത്താനും BJP സഹായിക്കാനുമാണ് ഉപകരിക്കുക എന്ന വിമർശനം ശക്തമായിരുന്നു. BJP-ക്ക് വിജയസാധ്യതയുള്ള മണ്ഡലമായതിനാൽ മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയർന്നു. ഇതേ തുടർന്നാണ് പത്രിക പിൻവലിക്കുന്നതിനെ കുറിച്ച് പുനരാലോചന നടത്താൻ SDPI സംസ്ഥാന നേതൃത്വം തയ്യാറായത്. SDPI സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്ന കാര്യം പരിശോധിക്കാമെന്ന് വ്യക്തമാക്കിയതോടെയാണ് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയത്. തുടർന്ന് ചേർന്ന പാർട്ടിയുടെ അടിയന്തര യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ അന്തിമ ധാരണയായത്. ഇതോടെ മഞ്ചേശ്വരത്തെ പോരാട്ടം നേരിട്ടുള്ള ത്രികോണ മത്സരമായി വീണ്ടും ചുരുങ്ങിയിരിക്കുകയാണ്. മഞ്ചേശ്വരത്ത് BJP-യുടെ വളർച്ച തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്നാണ് SDPI നൽകുന്ന സൂചന. എന്നാൽ ഇത് LDF-നെ സഹായിക്കാനാണോ അതോ UDF-നെയാണോ ഗുണം ചെയ്യുക എന്നതിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഭിന്ന അഭിപ്രായമുണ്ട്. ജയാനന്ദയുടെ പ്രസ്താവനയോടെ LDF ഈ വോട്ടുകളെ സ്വാഗതം ചെയ്യുന്നു എന്ന സന്ദേശമാണ് പുറത്തുവരുന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീരുമാനം മണ്ഡലത്തിലെ മുസ്ലിം വോട്ടർമാർക്കിടയിൽ എന്ത് ചലനം ഉണ്ടാക്കുമെന്നാണ് UDF ഉറ്റുനോക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ SDPI-യുടെ പിന്മാറ്റം UDF-ന് ആശ്വാസം നൽകേണ്ടതാണെങ്കിലും LDF സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് മറിയാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരം അണിയറ നീക്കങ്ങൾ സ്ഥാനാർത്ഥികളുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓരോ വോട്ടും നിർണായകമായ മഞ്ചേശ്വരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം തന്ത്രങ്ങൾ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. വർഗീയതയ്ക്കെതിരായ പോരാട്ടമെന്ന നിലയിലാണ് LDF ഈ മത്സരത്തെ കാണുന്നത്. ചുരുക്കത്തിൽ മഞ്ചേശ്വരത്തെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ KR ജയാനന്ദയുടെ വാക്കുകൾ വോട്ടെടുപ്പിന് മുമ്പുള്ള പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസന രാഷ്ട്രീയമാണോ അതോ ഇത്തരം വോട്ട് ബാങ്ക് തന്ത്രങ്ങളാണോ വിജയിക്കുക എന്ന് വോട്ടെണ്ണൽ ദിവസം വ്യക്തമാകും.